വ്രതശുദ്ധിയുടെ നിറവിൽ നാം ഇന്ന് പെരുന്നാൾ സന്തോഷം പങ്കിടുന്നത് കേരളത്തിൻ്റെ പ്രിയങ്കരനായ ആഭ്യന്തരമന്ത്രി ശ്രീ രമേശ് ചെന്നിത്തലയോടൊപ്പമാണ്. ദർശന ടി വിയുടെ ഈദ് മുബാറക്കിലേക്ക് കൃത്യമായ സ്വാഗതം. ഏറെക്കാലം രാഷ്ട്രീയ പാരമ്പര്യം KSUവിൻ്റെ, NSUവിൻ്റെ, യൂത്ത് കോൺഗ്രസിൻ്റെ, പിന്നീട് KPCCയുടെ ഒക്കെ അമരക്കാരനായി പ്രവർത്തിക്കുന്നു. പിന്നീട് ചെറുപ്പകാലം മുതലേ രാഷ്ട്രീയത്തിലേക്ക് വന്നു. ഇപ്പം ഭരണതലത്തിൽ വളരെ തിളക്കമാർന്ന ഭരണം കാഴ്ചവെക്കുന്നു. എന്തൊരു നന്മയാണ് ഈ ഒരു പെരുന്നാൾ സുദിനത്തിൽ, പ്രത്യേകിച്ച് ആഭ്യന്തര മന്ത്രിയായതിനു ശേഷമുള്ള ആദ്യത്തെ പെരുന്നാൾ കൂടിയാണ്? തീർച്ചയായിട്ടും എന്നെ സംബന്ധിച്ചിടത്തോളം എല്ലാ പെരുന്നാളുകളും വലിയ തോതിലുള്ള ആത്മവിശുദ്ധിയുടെ സന്ദേശം നൽകുന്നു എന്നുള്ള വിലയിരുത്തലാണുള്ളത്. ഈ നൊയമ്പ് എന്ന് പറയുന്നത് തന്നെ ശാരീരികവും മാനസികവുമായ ഒരു ശുദ്ധീകരണത്തിനാണ് ഇത് വഴിതെളിക്കുന്നത്. കൂടുതൽ ആത്മസമർപ്പണത്തിൻ്റെ ചിന്ത വളർത്തിയെടുക്കാനും ത്യാഗത്തിൻ്റെയും വിശുദ്ധിയുടെയും സന്ദേശം മനുഷ്യ മനസ്സുകളിൽ എത്തിക്കാനുമുള്ള ഏറ്റവും വലിയ ഒരു കാലമാണ് ഈ നൊയമ്പ് കാലഘട്ടം എന്ന് പറയുന്നത്. ഇസ്ലാം മതവിശ്വാസങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാനുള്ള ഒരു കരുത്താണ് ഇതിലൂടെ നൽകുന്നത്. നോമ്പ് പിടിക്കുന്ന ആളുകൾക്ക് അറിയാതെ ഒരു കരുത്തും ശക്തിയും അവർക്കുണ്ടാകുന്നു എന്നുള്ളത് ഇത്തരത്തിൽ പ്രത്യേകം പരാമർശിക്കേണ്ട ഒരു കാര്യമാണ്. ആഭ്യന്തരമന്ത്രി എന്നുള്ള നിലയിൽ ഞാൻ ചാർജെടുത്ത ശേഷം ഏറ്റെടുത്തിരിക്കുന്നത് ഇസ്ലാം മത വിശ്വാസപ്രകാരം 7 കാര്യങ്ങൾ ചെയ്യരുത് എന്നുള്ളതാണ്. അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യത്തെ മുൻനിർത്തിക്കൊണ്ടൊരു പ്രവർത്തനത്തിനാണ് നേതൃത്വം കൊടുക്കുന്നത്. ഓപ്പറേഷൻ കുബേര പ്രവാചകൻ പറഞ്ഞ കാര്യങ്ങളുടെ യഥാർത്ഥത്തിലുള്ള നടപ്പാക്കലാണ്. അമിത പലിശ വാങ്ങരുത് എന്നുള്ള 7 കാര്യങ്ങൾ ചെയ്യരുതെന്ന് പറഞ്ഞ കൂട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് പലിശ വാങ്ങരുത് എന്നുള്ളത്, അല്ലേ? അപ്പോൾ കേരളീയ സമൂഹത്തെ ഏറ്റവും കൂടുതൽ ഇന്ന് ബാധിച്ചിരിക്കുന്ന ഒരു മാറാരോഗമായി പലിശ മാറിയിട്ടുണ്ട്. പ്രവാചകൻ്റെ വാക്കുകൾ ഇന്ന് യാഥാർത്ഥ്യമാക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത്. നമ്മുടെ സമൂഹത്തിലെ ഏറ്റവും കൂടുതൽ ജനങ്ങളെ ചൂഷണം ചെയ്യുകയും അവരെ ആത്മഹത്യയിലേക്ക് നയിക്കുകയും ചെയ്യുന്ന ഈ വിപത്തിനെതിരായിട്ടുള്ള ഒരു മുന്നേറ്റമാണ് ഓപ്പറേഷൻ കുബേര. കഴിഞ്ഞ 3 മാസമായി കേരളത്തിൽ ഓപ്പറേഷൻ കുബേരയുടെ പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ്. അതോടൊപ്പം തന്നെയാണ് ക്ലീൻ ക്യാമ്പസ്, സേഫ് ക്യാമ്പസ് എന്ന് പറയുന്ന മറ്റൊരു പരിപാടി. നമ്മുടെ കുട്ടികളെ മദ്യത്തിനും മയക്കുമരുന്നിനും വിധേയമാക്കുന്ന പ്രവർത്തനങ്ങൾ, ഇതും ഇസ്ലാമിക ദർശനങ്ങൾ വെച്ച് നോക്കുമ്പോൾ നിഷിദ്ധമാണ്. അപ്പോൾ ഈ 2 പരിപാടി ആഭ്യന്തര വകുപ്പ് ഏറ്റെടുത്തിരിക്കുന്നത് സാമൂഹ്യമായ മാറ്റത്തിനും നന്മയ്ക്കും വേണ്ടിയിട്ടാണ്. ജനം വലിയ രീതിയിൽ ഇതിനെ സ്വീകരിക്കുകയും ചെയ്തു. അതെ, ജനങ്ങൾ കക്ഷിഭേദമന്യേ എല്ലാവരും വലിയ തോതിൽ കൈനീട്ടി സ്വീകരിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പം അതുകൊണ്ട് ഈ നൊയമ്പ് കാലഘട്ടത്തിൽ ഞാൻ ആവർത്തിച്ച് പറയാൻ ആഗ്രഹിക്കുന്നു, ഇത്തരം സാമൂഹ്യ വിപത്തുകൾക്കെതിരെ ശക്തമായ മുന്നേറ്റത്തിന് നമ്മൾ ഒറ്റക്കെട്ടായി വരണം എന്നുള്ളതാണ് എനിക്ക് നൽകാനുള്ള ഒരു സന്ദേശം. ഇത് ഭരണകൂടത്തിൻ്റെ പ്രവർത്തനം കൊണ്ട് മാത്രം തടയാൻ കഴിയുന്നൊരു വിപത്തല്ല. ഭരണകൂടത്തിന് ചെയ്യാൻ കഴിയുന്നത് തീർച്ചയായിട്ടും ചെയ്യും. അതോടൊപ്പം തന്നെ ജനങ്ങൾ കൂടി മുന്നോട്ട് വന്നാൽ മാത്രമേ ഇത്തരം വിപത്തുകൾക്കെതിരായിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. ഇപ്പം പാവപ്പെട്ട ആളുകൾ, ഏറ്റവും സമൂഹത്തിൽ ദുഃഖം അനുഭവിക്കുന്ന, ദാരിദ്ര്യം അനുഭവിക്കുന്ന, പ്രയാസം അനുഭവിക്കുന്ന ആളുകളെയാണ് ഈ ബ്ലേഡ് മാഫിയകൾ ഇരയാക്കുന്നത്. അവരുടെ ഇല്ലായ്മയിൽ നിന്നും വല്ലായ്മയിൽ നിന്നും അവരുടെ ദാരിദ്ര്യത്തെയും ചൂഷണം ചെയ്തുകൊണ്ട് അവരെ മുതലെടുക്കുക എന്നുള്ളതാണ് ഇവരുടെ ലക്ഷ്യം. അപ്പോൾ ഈ വട്ടിപ്പലിശയും കൊള്ളപ്പലിശയും വാങ്ങുന്ന ആളുകളൊന്നും അവർ മനസാക്ഷിയില്ലാത്ത പ്രവർത്തനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് സമൂഹത്തിൽ നമുക്ക് വെച്ച് പുറപ്പിക്കാൻ കഴിയില്ല. ശക്തമായി ഗവൺമെൻറ്റും ആഭ്യന്തര വകുപ്പും ശക്തമായി ഇതിനെ നേരിടാൻ തീരുമാനിച്ചാണ് മുന്നോട്ട് പോകുന്നത്. അതുപോലെ തന്നെയാണ് ഈ മയക്കുമരുന്ന്. ഇന്ന് നമ്മുടെ കുട്ടികൾ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളായി മാറുന്നു. അത് തടയേണ്ടിയിരിക്കുന്നു. സ്കൂളുകളിലും കോളേജിലും ഒക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് മദ്യവും മയക്കുമരുന്നും ഇല്ലാതെ ജീവിക്കാൻ കഴിയത്തില്ല എന്ന് പറയുമ്പോൾ നമ്മുടെ സമൂഹം എവിടെ നിൽക്കുന്നു എന്ന് നമ്മൾ ആലോചിക്കണം. ലഹരി ഒരു ഫാഷനായി വരാം. ലഹരി ഫാഷൻ മാത്രമല്ല, അതൊരു
ഏറ്റവും അത്യാവശ്യ സാധനങ്ങളിലൊന്നായി കുട്ടികളുടെ ഇടയിൽ മാറുകയാണ്. വൈകുന്നേരങ്ങളിൽ ലഹരി ഇല്ലാതെ കുട്ടികൾക്ക് ജീവിക്കാൻ കഴിയാത്ത അന്തരീക്ഷം ഉണ്ടാകുന്നു. അപ്പോൾ ഒരു തലമുറയെ തന്നെ നശിപ്പിക്കുന്ന പ്രവർത്തനങ്ങൾ കേരളത്തിൽ വ്യാപകമാണ്. അപ്പോൾ ഈ നോമ്പ് കാലഘട്ടങ്ങളിൽ വ്രതശുദ്ധിയിൽ തീർച്ചയായിട്ടും എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് ഇതിനെതിരായ ഒരു പോരാട്ടത്തിന് തയ്യാറെടുക്കണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. അതുപോലെ ഇഫ്താറിൽ പങ്കിടുന്നൊരു സന്തോഷം, താങ്കൾ തന്നെ ഇവിടെ ഇഫ്താർ വിരുന്ന് നടത്തി, പ്രതിപക്ഷ നേതാവ്, താങ്കൾ എല്ലാവരും ഒരുമിച്ചിരിക്കുന്നു, ആ രീതിയിലുള്ളൊരു സന്തോഷം എന്ത് അനുഭവമാണ് അതിൽ നിന്നൊക്കെ? ഞാൻ എല്ലാ വർഷവും ഇഫ്താർ നടത്താറുണ്ട്. ഡൽഹിയിലായിരുന്നപ്പോൾ അന്ന് അവിടെ രാഷ്ട്രപതി, പ്രധാനമന്ത്രി, ഞാൻ MP ആയിരിക്കുന്ന കാലഘട്ടങ്ങളിൽ എല്ലാവരും വരും. ഇവിടെ വന്നപ്പോൾ ഇപ്പം കഴിഞ്ഞ തവണ നടത്താൻ പറ്റിയില്ല എനിക്ക്. ഈ വർഷം നടത്തിയപ്പോൾ എല്ലാവരും വരും. അതൊരു കൂട്ടായ്മയാണ്. അതെ അതെ, പരസ്പര അഭിപ്രായ വ്യത്യാസങ്ങളുള്ള പോർവിളികൾ നടത്തുന്ന ആളുകളെല്ലാം കൂടി ഇഫ്താർ സംഗമത്തിൽ ഒരുമിച്ച് ചേരുന്നു. അത് വലിയൊരു കാര്യമാണ്. ഒരു പോസിറ്റീവ് എനർജി ലഭിക്കും. തീർച്ചയായിട്ടും യോജിപ്പിൻ്റെയും സൗഹാർദ്ദതയുടെയും ഐക്യത്തിൻ്റെതുമായ സന്ദേശമാണ് ഇഫ്താർ പാർട്ടികൾ നൽകുന്നത്. അത് തീർച്ചയായിട്ടും പ്രോത്സാഹിപ്പിക്കേണ്ടതാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. പക്ഷേ ഇപ്പോൾ ആഘോഷങ്ങളെ വലിയൊരു ധാരാളിത്തമായി മലയാളികൾ നോക്കിക്കാണുകയാണ്. അതിനൊരു മാതൃകാപരമായി ഒരു ആഘോഷത്തെ എങ്ങനെ കാണണമെന്ന രീതിയിൽ ഗവൺമെൻറ്റിന് അങ്ങനെ എന്തെങ്കിലും അഭിപ്രായം, സജഷൻ? തീർച്ചയായിട്ടും നമ്മൾ ആർഭാട ജീവിതം ഒഴിവാക്കേണ്ടതാണ്. ഇപ്പം ഞാൻ തന്നെ ഇഫ്താർ നടത്തിയത് പന്തൽ കെട്ടിയോ ഒന്നുമല്ല. അത് നമ്മൾ നടത്തിയത് ഒരു ഹോട്ടലിലാണ്. എന്നുവെച്ചാൽ ഗവൺമെൻറ്റിൻ്റെ ഹോട്ടൽ, ലളിതമായിട്ട് തന്നെയാണ്. എല്ലാവർക്കും വരുന്നവർക്ക് ഭക്ഷണം കൊടുത്തു എന്നുള്ളതിനപ്പുറത്തേക്ക് മറ്റൊരു ചിലവും അതിനകത്തില്ല. സർക്കാരിൻ്റെ ഒരു പൈസ പോലും ഞാൻ അതിനകത്ത് നിന്ന് ചിലവാക്കിയിട്ടുമില്ല. സർക്കാർ മന്ത്രിയാണെന്നുകൊണ്ട് വേണമെങ്കിൽ സർക്കാരിൻ്റെ പണം ഉപയോഗിക്കും. ഞാൻ അങ്ങനെ ഉപയോഗിച്ചില്ല. ഇത് എനിക്ക് ചെയ്യാൻ പറ്റുന്ന എൻ്റേതായ നിലയിൽ ഞാൻ നടത്തിയതാണ്. അല്ല, ഒരു മാതൃക എങ്ങനെയാണ് ആഘോഷങ്ങളെ ഇപ്പോൾ ഓണം വരുന്നു? ഇന്ന് കേരളത്തിൽ ഏറ്റവും വലിയൊരു ഞാൻ ഈ ബ്ലേഡ് മാഫിയയുമായിട്ട് ചേർന്ന് പറയുകയാണ്, ഏറ്റവും വലിയൊരു പ്രശ്നമെന്ന് പറഞ്ഞാൽ ആർഭാടമാണ്. ആർഭാട ജീവിതം മലയാളി വെടിയണം. ഒരു വീട്ടിൽ അച്ഛനൊരു കാർ, അമ്മയ്ക്കൊരു കാർ, മക്കൾക്ക് ഓരോരുത്തർക്കും ഓരോ വാഹനം. അതിൻ്റെ ആവശ്യം എന്താ? ഒരു വീട്ടിൽ ഒരു TV പോലെ 5ഉം 6ഉം TV ഒരു വീട്ടിൽ നമുക്ക് കാണാൻ കഴിയും. അപ്പം മലയാളിയുടെ ആഡംബര ഭ്രമം അവനെ എത്തിക്കുന്നത് ആത്മഹത്യയിലേക്കാണ്. അവൻ്റെ വരുമാനമില്ലാതെ ചെലവഴിക്കുന്നു. അവൻ സന്തോഷിക്കാൻ ഓരോ കാരണങ്ങൾ കണ്ടെത്തുകയാണ്. അയൽവക്കത്തെ വീട്ടിലുള്ള ഒരാളിന് 2 കാറുണ്ടെങ്കിൽ നമുക്ക് 2 കാർ വേണമെന്നുള്ള ചിന്തയാണ്. മകളെ കല്യാണം കഴിക്കാൻ 101 പവൻ്റെ ആവശ്യം എന്താ? 101 പവൻ കൊടുത്തില്ലെങ്കിൽ കല്യാണം നടക്കാത്ത സ്ഥിതിയാണിപ്പം. ഇന്ന് ചില കല്യാണങ്ങൾക്കൊക്കെ പോയാൽ നമ്മൾ തന്നെ അന്തപ്പെടും. വധുവിന് ഈ ശരീരത്തുള്ള സ്വർണ്ണക്കാരണം നടക്കാൻ പോലും വയ്യ. അപ്പം ഇതെല്ലാം ഗോൾഡ് എന്ന് പറയുന്നത് സോളിയ മെറ്റൽ, അലൂമിനിയം പോലെ ഇരുമ്പ് പോലെ മെറ്റൽ തന്നെയാണ്. അപ്പോൾ ഇത് ആവശ്യമില്ല. ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ ഇറക്കുമതി ചെയ്യുന്ന 2 കാര്യങ്ങളാണ്. ഒന്ന് സ്വർണവും ഓയിലുമാണ്. ഓയിലില്ല നമുക്ക് ജീവിക്കാം. അവർ സ്വർണ്ണം എന്തിനാണ് ഇറക്കുമതി ചെയ്യുന്നതെന്ന് എനിക്കൊരിതരം മനസ്സിലായിട്ടില്ല. അപ്പം സ്വർണ്ണാഭരണങ്ങളോടുള്ള അമിതമായ പ്രേമം, ആഡംബരം, ഇതെല്ലാം മനുഷ്യ ജീവിതത്തിൽ ഉപേക്ഷിക്കേണ്ടത് തന്നെയാണ്. എത്രയും ആഡംബരം കുറയ്ക്കാമോ അതാണ് കേരള സമൂഹത്തിൽ ഇന്ന് ഏറ്റവും ഒരു വലിയ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയം. അത് പൊതുസമൂഹം അതിന് മുന്നോട്ട് വരേണ്ടിയിരിക്കുന്നു. വിദ്യാർത്ഥി രാഷ്ട്രീയത്തിന് നേതാവുകയും അതോടൊപ്പം MLA ആവുകയും ചെയ്തു. പിന്നീട് ആ ഒരു സാഹചര്യം എങ്ങനെയാണ്? ആ ഒരു അനുഭവം അന്നത്തെ? വളരെ ചെറുപ്പത്തിൽ 26ാമത്തെ വയസ്സ് ഞാൻ MLA ആയി. 28ാമത്തെ വയസ്സ് മന്ത്രിയായി. അപ്പോൾ ആ ഒരു കാലം അതൊക്കെ വളരെ അപ്രതീക്ഷിതമായി ഉണ്ടായതാണ്. നമ്മളാരും മനഃപൂർവ്വം അല്ലെങ്കിൽ അങ്ങനെ ആവാൻ വേണ്ടി ആഗ്രഹിച്ചതൊന്നുമല്ല. പക്ഷെ ആ കാലഘട്ടത്തിൽ എന്നെ ഏൽപ്പിച്ച ചുമതല തീർച്ചയായിട്ടും എനിക്ക് ഒത്തിരി എക്സ്പീരിയൻസ് കിട്ടി. പൊതുസമൂഹത്തിൽ എങ്ങനെ പ്രവർത്തിക്കണം, എന്ത് ചെയ്യണം എന്നുള്ളതിനെപ്പറ്റി. അതേസമയം തന്നെ നാഷണൽ ലെവലിലുള്ള പ്രവർത്തനം, ദേശീയവും അന്തർദേശീയവുമായ കാര്യങ്ങളിൽ ഉള്ള ഇടപെടാനുള്ള അവസരം, ഇതൊക്കെ എനിക്ക് ഒത്തിരി എക്സ്പീരിയൻസ് കിട്ടിയിട്ടുണ്ട്. കുടുംബജീവിതവും പൊതുജീവിതവും ഒരുപോലെ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. ഏതിലാണ് കൂടുതൽ സംതൃപ്തി? എങ്ങനെയെങ്കിലും എപ്പോഴെങ്കിലും താരതമ്യം ചെയ്തിട്ടുണ്ടോ? കുടുംബജീവിതം, അതിൽ കൂടുതൽ സമയം ചെലവഴിക്കാൻ കഴിയുന്നില്ല കുടുംബത്തോടൊപ്പം? അത് സ്വാഭാവികമാണ്. കാരണം നമ്മൾ പൊതുജീവിതത്തിലാകുമ്പോൾ 24 മണിക്കൂർ ആത്മാർത്ഥതയോടെ പ്രവർത്തിക്കുകയാണെങ്കിൽ നമുക്ക് സമയം കിട്ടത്തില്ല. 24 മണിക്കൂറും പ്രവർത്തിക്കേണ്ടി വരും. അങ്ങനെ വരുമ്പോൾ കുടുംബം കുറച്ച് സഫർ ചെയ്യും. പക്ഷേ എന്നാലും അവരും അത് മനസ്സിലാക്കുമ്പോഴാണ് നമ്മുടെ വിജയം. അവരത് മനസ്സിലാക്കുന്നു. പിന്നെ അത്യാവശ്യമുള്ള അവരുടെ കാര്യങ്ങളൊക്കെ നമ്മൾ ഇടപെടാറുണ്ട്, നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്. KSUവിൻ്റെ നേതൃത്വത്തിലിരിക്കുന്ന സമയത്ത് ഒരുപാട് സമരങ്ങൾക്ക് നേതൃത്വം നൽകിയ വ്യക്തിയാണ് താങ്കൾ.
അന്ന് പോലീസുമായി ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് സമീപനങ്ങൾ, വിദ്യാർത്ഥി പോലീസ് പ്രശ്നങ്ങൾ അത് ഇന്നും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് അങ്ങനെ ഒരു സമരത്തിന് നേതൃത്വം നൽകിയ ഒരാൾ തന്നെ ആഭ്യന്തരമന്ത്രിയായി വരുന്നു. എങ്ങനെയാണ് ആ ഒരു രീതി, എങ്ങനെയാണ് ഇപ്പോഴുള്ള പോലീസിന് അങ്ങനെ ഒരു നിർദ്ദേശം നൽകുന്നുണ്ടോ വിദ്യാർത്ഥികളുമായി ഏത് രീതിയിൽ ഇടപഴകണമെന്നുള്ള? തീർച്ചയായിട്ടും ഞാനൊരു വിദ്യാർത്ഥി നേതാവായി പൊതുരംഗത്തേക്ക് വന്ന ആളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥി സമരങ്ങളോട് പ്രത്യേകമായ സമീപനം സ്വീകരിക്കണമെന്ന് ഞാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. വിദ്യാർത്ഥികളെ ആവശ്യമില്ല അടിക്കാൻ പാടില്ല. അവർ ചെറുപ്പമാണ്, ചിലപ്പം പോലീസുമായിട്ട് ഏറ്റുമുട്ടാൻ വേണ്ടി വരും, അവർ ചിലപ്പോൾ കല്ലൂരി ചേർന്നെന്ന് വരും, അവർ ബാരിക്കേഡ് തള്ളിയെന്ന് വരും. അപ്പോൾ അവരെ അടിക്കുന്നതിന് പകരം അവരെ ആത്മസംയമനത്തോടെ നേരിടണമെന്നാണ് പറഞ്ഞത്. തന്നെയല്ല ഏതെങ്കിലും വിദ്യാർത്ഥി താഴെ വീണാൽ അവനെ അടിക്കാൻ പാടില്ല, അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകമായ നിർദ്ദേശമാണ്. വിദ്യാർത്ഥി സമരങ്ങളോട് തികഞ്ഞ സംയമനം പാലിക്കണമെന്നാണ് നമ്മുടെ കൊടുത്തേക്കുന്ന നിർദ്ദേശം. താഴെ വീണ് കിടക്കുന്ന ഒരു വിദ്യാർത്ഥിയെ അടിക്കാൻ പാടില്ല. അതുപോലെ തന്നെ കഴിയുന്നത്ര ലാത്തി ചാർജ് ഒഴിവാക്കണം. നമുക്ക് ഈ വാട്ടർ ക്യാനൊക്കെ ഉപയോഗിച്ചാൽ മതി. വെള്ളമൊക്കെ ചിരിച്ചാൽ തന്നെ കുട്ടികൾ ഈ അവർക്ക് സമരത്തിൽ നിൽക്കുന്ന കുട്ടികൾക്ക് ഒരു ആവേശം ഉണ്ടാവുമല്ലോ, പ്രതിഷേധം അറിയിക്കൽ, അവരുടെ പ്രതിഷേധം അറിയിക്കുകയാണ്. അപ്പോൾ ആ പ്രതിഷേധം നമ്മൾ ഉൾക്കൊള്ളണം. അല്ലാണ്ട് അവരെ മർദ്ദിച്ചിട്ട് കാര്യം, അവർക്ക് കുട്ടികളുടെ തലയടിച്ച് പൊട്ടിച്ചിട്ട് കാര്യമില്ലല്ലോ. അവർ കല്ലെറിഞ്ഞാൽ പോലും അവരെ മർദ്ദിക്കരുതെന്നാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. പ്രതിപക്ഷം എപ്പോഴും ക്രിയാത്മകമാവണമെന്ന് പറയാറുണ്ട്. അതുകൊണ്ട് ഇത്തവണ ഒരു സമരത്തിൽ ലാത്തിച്ചാർജ് അങ്ങനെ ആവശ്യമില്ല ഉണ്ടായിരുന്നു, ശ്രദ്ധിച്ചു. പക്ഷേ ഇത്തവണ സമരങ്ങളും ആ രീതിയിൽ കുറവായിരുന്നു. പ്രതിപക്ഷം എപ്പോഴും ക്രിയാത്മകമാവണം എന്ന് പറയാറുണ്ട്. പക്ഷേ ഇപ്പോൾ എല്ലാ സമരങ്ങളും കോലാഹലങ്ങൾ, ഒരു പദ്ധതിയും നടപ്പാക്കാൻ കഴിയാത്ത സാഹചര്യം, അത് കോൺഗ്രസ് പ്രതിപക്ഷത്തിരിക്കുമ്പോഴും ആ രീതിയിലൊരു സമീപനം ഉണ്ടാകുന്നു. എങ്ങനെയാണ് നമുക്ക് നാടിനെ പുരോഗതിയിലേക്ക് എത്താൻ? ഞാൻ KPCC പ്രസിഡൻ്റായി 9 വർഷക്കാലം ഇരുന്നയാളാണ്. 5 വർഷം പ്രതിപക്ഷത്തായിരുന്നു. ഞാൻ വ്യക്തമായ നിർദ്ദേശങ്ങൾ കൊടുത്തിരുന്നു. നമ്മുടെ സമരം കൊണ്ടോ കുഴപ്പങ്ങൾ കൊണ്ടോ ഒരു പദ്ധതി ഇവിടെ വരാതെ പോകരുത്. കാരണം ഇന്നത്തെ കാലഘട്ടത്തിൽ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ സ്വഭാവം തന്നെ മാറേണ്ടിയിരിക്കുന്നു. പ്രതിപക്ഷം ഭരണകക്ഷി കൊണ്ടിരുന്ന എല്ലാ നല്ലതിനെ എതിർക്കുക, അതേ പ്രതിപക്ഷം ഭരണകക്ഷിയാകുമ്പോൾ അത് തന്നെ നടപ്പാക്കുക. രാഷ്ട്രീയക്കാരാകുമ്പോൾ ഒരു നിലപാടും അപ്പം അത് എന്നോട് എനിക്ക് യോജിപ്പില്ല. നമ്മൾ മാറുന്ന സാഹചര്യങ്ങൾക്കനുസരിച്ച് നമ്മുടെ പ്രവർത്തന പരിപാടികളിലും മാറ്റം വരുത്തണം. അനാവശ്യമായ സമരങ്ങൾക്ക് യാതൊരു പ്രസക്തിയുമില്ല. തന്നെയല്ല അങ്ങനെയൊന്നും സമരം ചെയ്യാൻ ഇപ്പോൾ ആളിനെ കിട്ടത്തുമില്ല. അപ്പം അനാവശ്യമായ സമരങ്ങൾ ഒഴിവാക്കുക, നാട്ടിൽ നടപ്പാക്കുന്ന നല്ല കാര്യങ്ങൾക്കെതിരെ സമരം ചെയ്യാതിരിക്കുക, ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാതിരിക്കുക, ഇതൊക്കെയാണ് രാഷ്ട്രീയ പ്രവർത്തകർക്ക് ചെയ്യേണ്ടതായിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് പ്രതിപക്ഷത്താണെങ്കിലും ഭരണപക്ഷത്താണെങ്കിലും ജനനന്മയ്ക്ക് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾക്കാണ് രാഷ്ട്രീയ പാർട്ടികൾ മുതിരേണ്ടത്. സത്യം പറഞ്ഞാൽ കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ പ്രവർത്തന പരിപാടികളിൽ കാതലായ മാറ്റം വരുത്തേണ്ടിയിരിക്കുന്നു. കാലത്തിനനുസരിച്ചുള്ളൊരു മാറ്റം അവർ മാറ്റം വരുത്തണം. ഇന്ത്യയിലെ തന്നെ രാഷ്ട്രീയ പാർട്ടികൾ മാറ്റം വരുത്തണം എന്നാണ് എൻ്റെ അഭിപ്രായം. ഞാനതുകൊണ്ടാണ് പറയുന്നത് രാഷ്ട്രീയ പാർട്ടികളെ RTIയുടെ പരിധി കൊണ്ടുവരണം, വിവരാവകാശ നിയമത്തിൽ കൊണ്ടുവരണം. എന്തിനാണ് മറച്ചു വെക്കുന്നത്? ഇരുമ്പ് മറയ്ക്കുള്ളിൽ പാർട്ടികൾ പ്രവർത്തിക്കുന്ന കാലം കഴിഞ്ഞിരിക്കുന്നു. വിവരാവകാശ നിയമത്തിൻ്റെ പേരിൽ പ്രധാനമന്ത്രി വരെ കൊണ്ടുവരാം. പിന്നെ എന്തുകൊണ്ട് രാഷ്ട്രീയ പാർട്ടികളെ കൊണ്ടുവന്നുകൂടാ? ജനങ്ങളറിയട്ടെ രാഷ്ട്രീയ പാർട്ടിയിൽ എന്താ നടക്കുന്നത്, നമ്മളെന്തിനാണ് മറച്ചു വെക്കുന്നത്? അപ്പം ആധുനിക കാലഘട്ടത്തിൽ കമ്മ്യൂണിക്കേഷൻസിൻ്റെ വലിയ തോതിലുള്ള സ്ഫോടനം ഉണ്ടായൊരു കാലത്ത് ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ഒന്നും മറച്ചു വെക്കാൻ കഴിയില്ല. പക്ഷേ ഇന്നത്തെ യുവാക്കളുടെ ഒരു പ്രവണത, അവർ കക്ഷി രാഷ്ട്രീയത്തിൽ അമിതമായൊരു പ്രസരിപ്പില്ല. അവർ ഓരോ കാരണങ്ങൾക്ക് പിന്നാലെയാണ്. ഒരു കോഴ്സ് ഉണ്ടാകുമ്പോൾ അതിന് പിന്നിൽ ഒരു ജനക്കൂട്ടം എന്ന രീതിയിലാണ് ഇന്നത്തെ യുവത്വം ഉള്ളത്. അതിനെ ഏത് രീതിയിൽ നോക്കിക്കാണുന്നു? അത് രാഷ്ട്രീയ പാർട്ടികളുടെ തന്നെ കുറ്റമാണ്. ഇന്ന് അരാഷ്ട്രീയവാദമാണ് ഇവിടെ വളർന്നു വരുന്നത്. അത് രാജ്യത്തിന് ഗുണകരമല്ല. രാഷ്ട്രീയ പാർട്ടികൾ ചെറുപ്പക്കാരുടെ പ്രതീക്ഷകളെയും അവരുടെ സ്വപ്നങ്ങളെയും അവരുടെ ചിന്തകളെയും ഉൾക്കൊണ്ട് പ്രവർത്തിക്കാൻ തയ്യാറാവാത്തതുകൊണ്ടാണ്. ഇപ്പോഴും അത് ഞാൻ പറഞ്ഞു, എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പഴയ കാലത്ത് ജീവിക്കുകയാണ്. പഴയ കാലത്തിന് തലവറയിലാണ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ. പുതിയ ചെറുപ്പക്കാരൻ്റെ ചിന്ത എന്താണ്, അവനെന്ത് ആഗ്രഹിക്കുന്നു, അവനെന്ത് മാറ്റം ഉൾക്കൊള്ളാൻ ആഗ്രഹിക്കുന്നു, അവനെന്ത് ചിന്തിക്കുന്നു, ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടി ശ്രമിക്കുന്നുണ്ടോ? എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും ചെറുപ്പക്കാരുടെ വരവ് കുറവാണിപ്പം. ഒരു രാഷ്ട്രീയ പാർട്ടിയിലേക്കും ചെറുപ്പക്കാർ വരുന്നില്ല. നമ്മളൊക്കെ യൂത്ത് കോൺഗ്രസിലും KSUവിലും പ്രവർത്തിച്ചുകൊണ്ടിരുന്നപ്പോൾ ഉണ്ടായിരുന്ന യുവാക്കളുടെ ഒഴുക്കുന്നില്ല. DYFIയിലേക്കില്ല, മറ്റൊരു പാർട്ടിയിലേക്കുമില്ല. അതേസമയം മതസംഘടനകളുടെ പ്രവർത്തനങ്ങളിൽ ചെറുപ്പക്കാർ ധാരാളം പങ്കെടുക്കുന്നുണ്ട്. അപ്പം ഇതിൽ കാണുന്നത് രാഷ്ട്രീയ പാർട്ടികളുടെ സ്വയം നവീകരിക്കപ്പെടുകയും
ചെറുപ്പക്കാരുടെ സ്വപ്നങ്ങൾക്കും അവരുടെ പ്രതീക്ഷകൾക്കും അവരുടെ ആശങ്കകൾക്കും ഒപ്പിച്ച് പ്രവർത്തിക്കാൻ രാഷ്ട്രീയ പാർട്ടികൾ മുന്നോട്ട് വരികയും തുറന്ന സമീപനം, ജനങ്ങൾ അറിയാത്ത ഒരു കാര്യവും ചെയ്യാൻ പാടില്ല. ഇപ്പോൾ പൊതുവായ രാഷ്ട്രീയക്കാരെ പറ്റി ഒരു ധാരണയുണ്ട്, ഇവരെല്ലാം അഴിമതിക്കാരാണ്, ഇവരൊന്നും കൊള്ളരാത്തവരാണ്, ഇവരെയൊന്നും അതങ്ങനെ മേൽവിലാസം വന്നത് തന്നെ ഇതുകൊണ്ടാണ്. വ്യക്തിജീവിതത്തിലേക്ക് വരുമ്പോൾ KSUവിൻ്റെ പ്രസിഡന്റ് ആവുന്നു, NSUവിൻ്റെ പ്രസിഡന്റ് ആവുന്നു, തിരിച്ച് യൂത്ത് കോൺഗ്രസിലേക്ക് സ്റ്റേറ്റ് ലെവൽ വരുന്നു, പിന്നെ ദേശീയ തലത്തിലേക്ക് പോകുന്നു. ഒരു ഫ്രീക്വൻ്റ് ആയിട്ടുള്ളൊരു മാറ്റം ദേശീയ തലത്തിലും കേരള തലത്തിലും ഉണ്ട്. എങ്ങനെയാണ് ആ ഒരു വളർച്ചയെ ഇപ്പോൾ വിലയിരുത്തുന്നത്? എങ്ങനെയാണ്? എനിക്ക് ദേശീയ തലത്തിൽ പ്രവർത്തിക്കാനാണ് ഇഷ്ടം. എന്നോട് പ്രത്യേക കാലഘട്ടത്തിൽ ഇവിടെ വന്ന് KPCC പ്രസിഡന്റ് ആവാൻ ആവശ്യപ്പെട്ടതാണ്. പാർട്ടി സ്വാഭാവികമായും നമ്മൾ ചെയ്യേണ്ടി വരുന്ന ജോലികൾ ഏൽപ്പിച്ചാൽ നമ്മൾ ചെയ്യും. എനിക്കിപ്പോഴും ദേശീയ തലത്തിൽ പ്രവർത്തിക്കാനാണ് കൂടുതൽ താല്പര്യം എനിക്കുള്ളത്. ഡിഗ്രി നോക്കുമ്പോൾ ഡിഗ്രി ഹിന്ദിയാണ് പഠിച്ചത്, പിന്നീട് LLB. അപ്പോൾ ആദ്യം മുതലേ ഒരു ദേശീയ അല്ല, ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് തൊട്ട് ഹിന്ദി പഠിച്ചു തുടങ്ങിയ പ്രാഥമിക്, മാധ്യം, രാഷ്ട്ര, പ്രവേശിക, വിശാരദ. SLC പാസ്സായപ്പോൾ തന്നെ BEd ഈക്വലൻ്റായി ഹിന്ദി പരീക്ഷ പാസ്സായി. അത് ചുമ്മാ ഒരു തമാശന് വേണ്ടി പോയതാണ്, പിന്നീട് അത് പ്രയോജനപ്പെട്ടതാണ്. ജീവിതത്തിൽ ഏറ്റവും സ്വാധീനിച്ച വ്യക്തി ആരാണ്? ഇത്തരത്തിലും ഭരണം, ഒരു മാതൃകാപരമായ ഭരണത്തെ സ്വപ്നം കാണുന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്ക് എന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച വ്യക്തി രാജീവ് ഗാന്ധിയാണ്. ഭരണതലത്തിലും രാഷ്ട്രീയ തലത്തിലും രാഷ്ട്രീയ രംഗത്തും ഭയങ്കര കാഴ്ചപ്പാട്. രാജീവ് ഗാന്ധി ജീവിച്ചിരുന്നിരുന്നെങ്കിൽ, അടുത്ത ഗവൺമെൻറ് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ വന്നിരുന്നെങ്കിൽ ഇന്ത്യ ഭയങ്കരമായ മാറ്റങ്ങൾ വിധേയമായിരുന്നു. കാരണം അത്ര പെർസ്പെക്റ്റീവുള്ള നേതാവ്. ലോകത്തിന് നടക്കുന്ന മാറ്റങ്ങൾ ഇത്രയും കൂടുതൽ ഉൾക്കൊള്ളാൻ കഴിഞ്ഞ ഒരു ഭരണാധികാരി, രാഷ്ട്രീയ നേതാവിനെ ഞാൻ കണ്ടിട്ടില്ല. ഇന്ന് നമ്മൾ കാണുന്ന ഇതെല്ലാം രാജീവ് ഗാന്ധിയുടെ സംഭാവന, ആ കാലഘട്ടത്തിൽ ഉണ്ടാക്കിയ സംഭാവനകളുടെ ഫലമാണ് നമ്മളിന്ന് അനുഭവിക്കുന്നത്. കമ്മ്യൂണിക്കേഷൻസിൻ്റെ വലിയ മാറ്റം, എക്കണോമിക് പോളിസിയിൽ വന്ന മാറ്റങ്ങൾ, ഇതെല്ലാം അദ്ദേഹം ഉണ്ടാക്കിയ അടിത്തറയാണ്. അത് പ്രതിഫലിപ്പിക്കാൻ ശ്രമിക്കാറുണ്ടോ? ആ ഒരു തീർച്ചയായിട്ടും അത് എനിക്ക് ചെയ്യാവുന്ന എൻ്റെ മേഖലയിൽ ഞാൻ ചെയ്യാറുണ്ട്. ആരാണ് പിൻഗാമിയായി? പലപ്പോഴും ഇന്ന് യുവാക്കളിൽ ഒട്ടേറെ പ്രഗത്ഭരായ ആളുകൾ വരുന്നു. പിൻഗാമിയായി ഒരാളെ കാണുന്നുവെങ്കിൽ അതാരായിരിക്കും? അങ്ങനെ നമുക്ക് പിൻഗാമികളെ തിരഞ്ഞെടുക്കാൻ കഴിയില്ല. അതങ്ങനെ അടിച്ചേൽപ്പിക്കുന്നത് ശരിയല്ല. അത് ജനങ്ങളിൽ നിന്ന് ഉയർന്നു വരണം. പ്രതീക്ഷയുള്ള യുവത്വം ഏത് രീതിയിലാണ് ഇപ്പോൾ? അത് ജനങ്ങളിൽ നിന്ന് ഉയർന്നു വരുന്ന നേതൃത്വത്തിന് മാത്രമേ ശാശ്വതമായി നിൽക്കാൻ കഴിയുള്ളൂ. പക്ഷേ ഇപ്പോൾ നേതാക്കന്മാരെ നമുക്ക് സൃഷ്ടിക്കാൻ കഴിയില്ല. നേതാക്കന്മാർ സ്വയം സൃഷ്ടിക്കപ്പെടേണ്ടതാണ്. ഇപ്പോഴുള്ള ജനങ്ങളിൽ നിന്നാണ് ഉയർന്നു വരേണ്ടത്. പ്രതിസന്ധികളിൽ നിന്നാണ് നേതാക്കന്മാർ ഉയർന്നു വരേണ്ടത്. അപ്പം ജനമനസ്സുകളെ സ്വാധീനിക്കാൻ കഴിയുന്ന നേതൃത്വം എല്ലാ കാലഘട്ടത്തിലും ഉയർന്നു വരും. അതൊക്കെ ചരിത്ര ധർമ്മങ്ങളാണ്. ഇവിടെ നേരത്തെ എന്നോട് ചോദിച്ചില്ലേ എന്തുകൊണ്ട് ചെറുപ്പക്കാർ രാഷ്ട്രീയത്തിൽ വരുന്നില്ല? ഇന്ന് എൻ്റെ മക്കൾ രണ്ടുപേരും രാഷ്ട്രീയത്തിൽ വരാൻ അവർക്ക് താല്പര്യമില്ല. അപ്പം രാഷ്ട്രീയത്തിലേക്ക് ചെറുപ്പക്കാർ വരണമെങ്കിൽ രാഷ്ട്രീയ രംഗത്ത് കാണുന്ന പലതിനെയും മാറ്റി മറിച്ചേ മതിയാവും. ഇപ്പം ജനങ്ങൾ പറയുന്നതാണ് നേതാവ് കേൾക്കുന്നത്. ഇവിടെ ജനങ്ങളെ നയിക്കാൻ ശക്തിയുള്ള നേതാവ്, ജനങ്ങളെ നയിക്കുന്ന നേതാക്കന്മാരാണ് ഉണ്ടാകേണ്ടത്, അല്ലേ? ആ ഒരു അഭാവം വല്ലാതെ സമൂഹത്തിൽ അത് വലിയൊരു പ്രശ്നം തന്നെയാണ്. ഇപ്പം ഞാൻ പറഞ്ഞ പൊളിറ്റിക്സ് മാത്രമല്ല, എല്ലാ രംഗത്തും. ഭരണതലത്തിൽ വളരെ ഊർജ്ജസ്വലമായി പ്രവർത്തിക്കുന്നു, വളരെ ആരോഗ്യവും ഈ ഒരു സമയത്തിൻ്റെ തിരക്കിൻ്റെ ഇടയിലൊക്കെ വളരെ ചുറുചുറുക്കോടെയുള്ള ഒരു ഭരണാധികാരിയായി കേരളത്തിൽ പ്രവർത്തിക്കുന്നു. എന്താണ് ഇതിൻ്റെ പിന്നിലുള്ള രഹസ്യം? എന്താണ് ആ സീക്രട്ട്? എന്താണെന്ന് പ്രേക്ഷകർക്ക് അറിയേണ്ടതുണ്ട്. അല്ല, അങ്ങനെ ചോദിച്ചാൽ അങ്ങനെയൊന്നുമില്ല. ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുക, എപ്പോഴും നമ്മൾ പുതിയ കാര്യങ്ങളെപ്പറ്റി പഠിക്കുക, മനസ്സിലാക്കുക. നമ്മുടെ പ്രവർത്തനം കൊണ്ട് ഒരാൾക്കെങ്കിലും ഗുണമുണ്ടാവുമോ? അതാണ് നമ്മുടെ മുമ്പിൽ ഉണ്ടാകേണ്ട ചോദ്യം. ഈ പൊതുജീവിതത്തിൽ പലപ്പോഴും വളരെ സംതൃപ്തി ഉണ്ടാവും. ഇതൊരു ആസ്വാദനമായി കാണുന്ന പലരുമുണ്ട്. ഏത് രീതിയിലാണ് അതിൻ്റെ ഒരു മൂർധന്യാവസ്ഥ? അല്ല, എൻ്റെ കാഴ്ചപ്പാട് എപ്പോഴും രാഷ്ട്രീയം എന്ന് പറയുന്നത് ജനങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്, ഭരണം ജനങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. അപ്പം അത് ഞാൻ ഒപ്പിടുന്ന ഒരു ഫയൽ കൊണ്ട് അല്ലെങ്കിൽ ഞാൻ എടുക്കുന്ന ഒരു തീരുമാനം കൊണ്ട് എത്ര പേർക്ക് ഗുണമുണ്ടാകുന്നു? ഞാൻ ആഭ്യന്തര വകുപ്പ് മന്ത്രി എന്നുള്ളത് ഞാൻ ആഗ്രഹിക്കുന്ന വെറും ട്രാൻസ്ഫർ പോസ്റ്റിംഗ് ഒന്നുമില്ല. അതിനകത്തൊന്നും എനിക്കൊരു താല്പര്യമുള്ളതാണ്. ആരെവിടെ ഇരുന്നാലും ആയിരിക്കുന്നവരെ കൊണ്ട് നമുക്ക് ജോലി ചെയ്യിപ്പിക്കാൻ കഴിയണം. കേരളത്തിലെ പോലീസ് സേനയിൽ എങ്ങനെ ഒരു മാറ്റം വരുത്താൻ കഴിയും? പോലീസിനെ കൊണ്ട് ജനങ്ങൾക്ക് എന്താ പ്രയോജനം? 3.5 കോടി ജനങ്ങൾക്ക് അവരുടെ ജീവനും സ്വത്തിനും സുരക്ഷിതത്വം കൊടുക്കാനുള്ള പ്രാഥമികമായ കടമയാണുള്ളത്. അതിനപ്പുറത്ത്
ജനങ്ങൾക്ക് പോലീസിന് ഒരു വിശ്വാസം വരണം. കേരളത്തിൻ്റെ ഭാവി മുഖ്യമന്ത്രി എന്ന നിലയിൽ എന്ത് മേജർ ചേഞ്ചാണ് കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കേണ്ടത്? ഭാവിയിൽ ഇന്നതാകണം എന്ന് ആഗ്രഹിച്ച് പ്രവർത്തിക്കുന്ന ആളല്ലേ ഞാൻ. ഒന്ന്, ജനങ്ങൾ പ്രതീക്ഷിക്കുന്നു, അല്ലാതെ ആഗ്രഹിക്കുന്നു. തീർച്ചയായിട്ടും ജനങ്ങൾക്ക്, നമ്മൾ ഏതായാലും പൊതുരംഗത്താണ്. പൊതുരംഗത്ത് നിൽക്കുമ്പോൾ നാളത്തെ കേരളത്തെപ്പറ്റി നമുക്ക് ചില സ്വപ്നം ഉണ്ടാകണം. ഈ ദൈവത്തിൻ്റെ സ്വന്തം നാടാണ്. ഇപ്പം എൻ്റെ കിട്ടിയിരിക്കുന്ന ഒരു അവസരം ഉപയോഗിച്ചുകൊണ്ട് ഇത് ചെകുത്താൻ്റെ നാടാക്കി മാറ്റാൻ ശ്രമിക്കുന്നവരെ പൂർണ്ണമായി ഞാൻ അവരെ നിയമത്തിലേക്ക് കൊണ്ടുവരും. ഇപ്പം എന്നെ ഏൽപ്പിച്ച ജോലി ഞാൻ സത്യസന്ധമായി ആത്മാർത്ഥമായി നിറവേറ്റുകയാണുള്ള എൻ്റെ മുമ്പിലുള്ളത്. ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ ജനങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യാൻ കഴിയും? എൻ്റെ തെറ്റുണ്ടെങ്കിൽ അത് ജനങ്ങൾക്ക് പറയാം. ഞാൻ തെറ്റുകൾക്ക് അതീതനൊന്നും അല്ലല്ലോ. അപ്പോൾ നമ്മളും തെറ്റ് ചെയ്യും ചിലപ്പോൾ. ആ തെറ്റുകൾ ജനങ്ങൾക്ക് ഏറ്റു പറയാം. എൻ്റെ നമ്പർ എല്ലാവർക്കും, കേരളത്തിൽ എല്ലാവർക്കും അറിയാം. ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ വീട്ടിൽ ലൈറ്റ് പോയാലും എന്നെയാണ് വിളിക്കുന്നത് ആളുകൾ. കാരണം എൻ്റെ ഫോൺ നമ്പർ എല്ലാവർക്കും അറിയാം. അത് പ്രയാസമൊന്നുമില്ല. രാത്രി 1 മണിക്കും 2 മണിക്കും ആളുകൾ വിളിക്കും. എന്നാലും ഞാൻ ഫോൺ എടുക്കും. ഉറങ്ങിയില്ലെങ്കിൽ ഫോൺ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഉറങ്ങിയില്ലെങ്കിൽ ഞാൻ എടുക്കും. ഓഫ് ചെയ്താൽ തന്നെ ഞാൻ കണക്ട് ചെയ്ത് കൊടുക്കും. ഞാൻ ചെയ്യുന്നത് കൊണ്ടല്ല. അപ്പം നമുക്കെന്താണ്, നമുക്കൊന്നും ഇതിനകത്ത് മറച്ചു വെക്കേണ്ട കാര്യമില്ലല്ലോ. ജനങ്ങൾക്ക് വേണ്ടി ചെയ്യാനും ജനങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ചുമതല ചെയ്യുക. ഭാവിയിൽ ഇന്നതാവാൻ വേണ്ടിയിട്ടല്ല. അതിപ്പം ആവാതിരിക്കുകയോ ചെയ്യട്ടെ. ഞാൻ 30 വർഷത്തിന് ശേഷമാണ് മന്ത്രിയാവുന്നത്. അപ്പോൾ അധികാരത്തിൻ്റെ പിന്നാലെ ഒരിക്കലും ഞാൻ അങ്ങനെ പരക്കം പാഞ്ഞ് നടക്കുന്ന ഒരാളല്ല. എനിക്ക് അതിൻ്റെ ആവശ്യമില്ല. ഇത്തരം നന്മ നിറഞ്ഞ പ്രവർത്തനങ്ങൾക്ക്, ധീരമായ ഭരണ മാറ്റങ്ങൾക്ക് താങ്കൾക്ക് ഇനിയും മുന്നോട്ട് പോകാൻ കഴിയട്ടെ. അതിന് കേരളത്തിലെ യുവാക്കളുടെ പിന്തുണ, ഈ രീതിയിലുള്ള ഊർജ്ജസ്വലതയുള്ള പ്രവർത്തനങ്ങൾക്ക് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ദർശന TV എല്ലാവിധ ആശംസകളും താങ്കൾക്ക് നേരുകയാണ്. അതോടൊപ്പം ദർശന കുടുംബത്തിൻ്റെ പെരുന്നാൾ സന്തോഷവും തങ്ങളുമായി പങ്കിടുകയാണ്. വളരെ നന്ദി.